ഈ രാജ്യത്ത് ഒരു പാർലമെന്റിൽ ഒരു അഴിമതി പോലും ഉയർത്താൻ ഇപ്പൊ CPM ലീഗൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു അഴിമതി പോലും ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഒരു റിപ്പോർട്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഒരു അഴിമതിയുടെ റിപ്പോർട്ടും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവർ സുപ്രീം കോടതി പോവില്ലേ, അങ്ങനെ ഒരു CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അഴിമതി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകുമായിരുന്നു. തൊട്ടതിനൊക്കെ സുപ്രീം കോടതിയിലേക്ക് ഓടുന്ന പ്രതിപക്ഷ പാർട്ടികളാണ് രാജ്യത്തുള്ളത്. അപ്പൊ ഈ രാജ്യത്ത് ഈ BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു തരി കിട്ടിയാൽ അത് ഊതി വീർപ്പിച്ച് വലിയ തീയാക്കാനുള്ള ശേഷിയുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. ഒരു അഴിമതി പോലും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഈ സുതാര്യമായി ഭരണം നടന്നു. എന്താണ് കിട്ടിയതെന്ന് നോക്കണ്ടേ, എന്താണ് കിട്ടിയതെന്ന്? ഈ കൂടിയ ആളുകളിൽ നൂറുകണക്കിന് ആളുകൾക്ക് പ്രധാനമന്ത്രിയുടെ കക്ഷികൾ കൊടുക്കുന്ന കിസാൻ സമ്മാൻ നിധി നൂറുകണക്കിന് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് സഹോദര. ഒരു 4 മാസം കൂടുമ്പോൾ 2000 രൂപ വെച്ച് ഒരു കൊല്ലത്തിൽ 6000 രൂപ നേരിട്ട് അക്കൗണ്ടുകളിൽ കിട്ടുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഗ്യാസിന്റെ വില കൂടി പറഞ്ഞു. 10 കോടി ആളുകൾക്കാണ് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. ഇത് ചോദിച്ചാൽ ഉത്തരം പറയുമ്പോൾ പൊള്ളും. ആ പൊള്ളലാണ് കാണുന്നത്. ഉത്തരം പറയട്ടെ. 10 കോടി ആളുകൾക്കാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. ഈ രാജ്യത്തെ ആവാസ് യോജന വഴി ഒരുപാട് ബെനിഫിറ്റ് കൊടുത്തു. അതുപോട്ടെ, കോവിഡിന്റെ വാക്സിൻ 900 രൂപ വില വരുന്ന കോവിഡിന്റെ വാക്സിൻ കൊടുത്തത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി സൗജന്യമായി കേന്ദ്ര ഗവൺമെന്റ് കോവിഡിന്റെ അങ്ങനെ തീരാത്ത പദ്ധതി രാജ്യത്ത് നടപ്പാക്കി. പിന്നെ സഹോദരൻ ചോദിച്ചൊരു ചോദ്യം, ഈ പറയുന്ന ബോണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ബോണ്ട് സ്വീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മനസ്സിലാക്കൂ. ചോദിച്ചതാണ് മറുപടി പറയുന്നതിന്. ചോദിച്ചതിന് മറുപടി ബോണ്ടിൽ നിന്നും DMK-ക്ക് കിട്ടിയ പണത്തിൽ നിന്നും 25 കോടി അടിച്ചു മാറ്റിയ പാർട്ടിയാണ് CPM ഇടതുപക്ഷം.